സമയം ഇപ്പം 5:30 ആവുന്നതേ ഉള്ളൂ. 5:30 എന്ന് തന്നെ പറയാം. ഒരു 2 മിനിറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. നോക്കിയേ, ഭയങ്കരമായിട്ട് മഴക്കോള് കയറിയിട്ട് ഭയങ്കര ഇടിയാ, മഴയാ. മഴ ചാറുന്നു. മഴ ചാറി അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ കാറ്റ്, അതിഗംഭീര കാറ്റ്. ഇരുണ്ട് മൂടിയേ, രാത്രി പോലായി. ഭയങ്കര വല്ലാത്ത ചൂടും ആവിയൊക്കെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നലെ മഴ പെയ്തപ്പോൾ ഇന്നും വേണ്ട പെയ്യുവാന്നേ. ഇപ്പം ചാറുന്നുണ്ട്. പെയ്യുമൊന്നുമല്ല, ചാറുന്നു. നല്ല കാറ്റും, ഭയങ്കര കാറ്റ്. ഇടി മുഴങ്ങുന്നുണ്ടോ? ഭയങ്കര ഇടി. മഴ ഓക്കെ. മഴ ചാറാൻ തുടങ്ങി. കരിയിലൊക്കെ പറന്ന് വീഴുന്നു. ഇന്നലെ അജ്മോൻ പറഞ്ഞ പോലെ ഈ മഴയത്ത് പിന്നെ 3-4 വർഷം മുമ്പ്, 4 വർഷം ആയി പിന്നെ മുമ്പ് ഇതുപോലെ മഴ പെയ്ത 5-ാമത്തെ വർഷമാണ് ഇപ്പം. നമ്മുടെ പ്ലാവേലെ ചക്കയൊക്കെ അവിടുന്ന് പറന്നു വരുന്ന പോലെ വന്നിട്ടായിരുന്നു. നമുക്കിവിടെ ഒരു കാർ ഷെഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിലോട്ടൊക്കെ വന്ന് വീണ് എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴോട്ട് വീണതൊക്കെ അന്നായിരുന്നു. അതിൻ്റെ
കാറ്റ് പറത്തി കൊണ്ടുപോയി ആസ്പെറ്റോസും എല്ലാം പൊട്ടിപ്പറിഞ്ഞ് താഴെ വീണെല്ലാം മൊത്തം കൂടെ. നമ്മുടെ ഇവിടെ ഒരു അലക്കുകല്ല് ഇങ്ങനെ ചുമ്മാതെ കട്ട പറക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന അതാ. അവിടുന്ന് അങ്ങോട്ടങ്ങായിരുന്നു നമ്മുടെ കാർ ഷെഡിൻ്റെ. നല്ലതായിരുന്നു, അതുണ്ടാക്കി അജ്മോന് സൈക്കിളൊക്കെ വെക്കാനും ഒക്കെ നല്ലതായിരുന്നു ഇതിന്. അതൊക്കെ എല്ലാം പൊളിഞ്ഞു പോയി എന്ന്. ആ കാറ്റത്ത് ഇങ്ങനെ വീണിട്ട് നല്ല രസമുള്ളതായിരുന്നു കാണാനുമില്ല. മഴയാണ്, നല്ല ഒന്നാതിരി മഴ. അജുവിനോട് ഞാൻ പറഞ്ഞു ഇപ്പം ഇറങ്ങിപ്പോകലേ, ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. പോവരുത്, ഈ കാറ്റ് മഴ വരുന്ന കണ്ടപ്പോൾ ഇപ്പോൾ പോവരുത്, പോകണ്ടാമോനെ എന്ന് പറഞ്ഞു. കേട്ടില്ല, പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കണ്ടോ, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേനൽ മഴയുടെ ഒരു ഇത് മനുഷ്യ ശരീരമെല്ലാം ആകെപ്പാടെ നെഞ്ചിനകത്ത് രാവിലെ എല്ലാവർക്കുമൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിക്ക് ഒരു ഉച്ചയായപ്പോൾ മുതൽ നെഞ്ച് നീറുന്ന പോലെ, നെഞ്ചിനകത്ത് എന്തോ ഒരു വലിയ കട്ടിക്ക് എന്തോ ഒരു സാധനം ഇരിക്കുന്ന പോലെ എനിക്കൊന്ന് ഭയങ്കര നെഞ്ച് നീറുന്ന പോലെ തോന്നുമായിരുന്നേ. പിന്നെ അസ്വസ്ഥത വരുമായിരുന്നു, എന്തോ ചെയ്യണമെന്നറിയാതെ. ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ തോന്നുന്നില്ല, ഒന്നും കഴിക്കാനുള്ള ഒരിതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടൊക്കെ ആവാം, അറിയത്തില്ല, അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല മഴയാണ്, പെയ്യുന്ന മഴ നല്ല അതിഗംഭീരമായിട്ട് നല്ലതായിട്ട് പെയ്യട്ടെ. ഇതൊന്നും പെയ്തിട്ട് കാര്യമില്ല. ഇത്രയും ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ചാർന്നെങ്കിലും ഈ ഭൂമിയിലോട്ട് വെള്ളം, നമ്മളൊരു തുള്ളി വെള്ളം ഇതൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടും, ഇന്നലെ മഴയൊന്ന് ചാറിക്കഴിഞ്ഞിട്ടും പിന്നെ രാവിലെ വെള്ളം കൊണ്ടുവന്ന് ഒരു തുള്ളി അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് കാണാൻ പോലും ഇല്ല, അങ്ങ് പോവില്ല. ഭയങ്കര വെയിലായിരുന്നു ഇന്ന്, ഭയങ്കര വെയിൽ. നല്ലതായിട്ട് പെയ്യുന്നുണ്ട്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം. എന്താ കാണാനുള്ള ഒരു മഴ ആരും കണ്ടിട്ടില്ലയോ എന്ന് ചോദിക്കും. നമുക്ക് അന്നേരം ഇതൊന്ന് ഈ മഴ ഇങ്ങനെ വേനലൊക്കെ ആയിക്കഴിഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ നമുക്കിങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴേലും ഒരു വെയിലുറയ്ക്കുമ്പം അതായിരിക്കും പിന്നത്തെ ഒരു സന്തോഷം. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് അയക്കണം കേട്ടോ. കമൻറ്റുകളൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ സൂസമ്മാമയുടെ യാതൊരു വിവരവും ഇപ്പോൾ ഇല്ല. സൂസമ്മാമയെ പ്രത്യേകം സൂസമ്മാമയോട് അന്വേഷണം പറയാം. നമുക്കെപ്പോഴും മെസ്സേജൊക്കെ അയക്കും. നമ്മുടെ ലിജിമോള് പറഞ്ഞു, പിന്നെ ഞാൻ എന്നും മനസ്സിൽ ആലോചിക്കുന്നു, എന്ത് പറ്റി ഒന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളത്. താങ്ക് യു.